ഇത് ഈ ഒരു കണക്കാണ് നമ്മൾ എന്ത് ചെയ്യുക. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? 0.06 ഇൻറ്റു 0.0004 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 0.02. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ ഡിജിറ്റുകൾ നോക്കുക. ഡെസിമൽ നമ്മൾ നോക്കുന്നില്ല, ആദ്യം ഡിജിറ്റുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ 6നെയും ഓക്കെ ഈ 4നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും നോക്കുക? 6 ഇൻറ്റു 4 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ താഴെ ഒരു 2 ഉണ്ട്, ഒരു 3 ഉണ്ട് അല്ലേ. 2നെയും 3യെയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും അല്ലേ. അതായത് നമ്മൾ നമ്പറുകൾ മാത്രം 24, ഇത് 24 എന്ന് പറയുന്നത് ന്യൂമറേറ്ററാണ്, 6 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ ഡിവൈഡ് 24/6 ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ നമ്മൾ ഡെസിമൽ നോക്കിയിട്ടില്ല, നമ്പറുകൾ മാത്രമാണ് നമ്മൾ ചെയ്തത്. 6 ഇൻറ്റു 4 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 24/6 എന്ന് പറയുന്ന 4 എന്ന ആൻസർ കിട്ടും. അത് ഡെസിമലിലേക്ക് പോകാം. ഇവിടെ ഡെസിമൽ അതായത് പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? 2 ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4. അതായത് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 6 ഉണ്ട്. 6 ഓക്കെ, താഴെ നോക്കുക, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പറുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പർ, ടോട്ടൽ 4 അത് നമുക്കിവിടെ 4 ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെയാണ് അത് 6 ഡെസിമൽ ന്യൂമറേറ്ററിലും 4 ഡെസിമൽ ഡിനോമിനേറ്റർ. ഇവരെ ഡിഫറൻസ് എന്ന് എടുത്താലോ? ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഡിവൈഡ് ചെയ്യല്ല, ഡിഫറൻസ്. 6 മൈനസ് 4 എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. അതായത് നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഡെസിമൽ നമ്പർ കൂടുതലുള്ള എവിടെയാണ്? ന്യൂമറേറ്ററിലാണ് കൂടുതലുള്ളത്. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിനേക്കാളും കൂടുതൽ ഡെസിമൽ നമ്പർ ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ ചെയ്യുന്ന രീതി. അതായത് ഇവിടെ ടോട്ടൽ 2 ഡിജിറ്റ് വേണം. നമുക്ക് ഓൾറെഡി 4 എന്നൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ 4 നമ്മൾ എഴുതി. ഇവിടെയൊക്കെ 2 ഡിജിറ്റ് വേണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു 0 കൂടെ ഇടുകയും ഇപ്പോൾ 2 ഡിജിറ്റായി 0 ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാകുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുക. അതായത് നമ്മൾ ആദ്യം നമ്പറുകൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. 4 എന്ന് കിട്ടി. ഇനി ന്യൂമറേറ്ററിലെ ഡെസിമൽ നമ്പർ, ടോട്ടൽ ഡെസിമൽ നമ്പർ എടുക്കുക, ഡിനോമിനേറ്ററിലെ ടോട്ടൽ ഡെസിമൽ നമ്പർ എടുക്കുക. ഇവർ ഡിഫറൻസ്, ഡിവിഷനല്ല, ഡിഫറൻസ് എടുക്കുക. 2 കിട്ടി. അപ്പോൾ നമുക്കിവിടെ 2 ഡിജിറ്റാണ് വേണ്ടത്. ഓൾറെഡി 1 ഡിജിറ്റ് നമുക്കുണ്ട്, 1 ഡിജിറ്റ് കൂടി കിട്ടും. ഇപ്പോൾ 2